പഠിക്കുന്ന കാലത്ത് സർജറി കാണാതെ, ഒരു ചെറിയ സർജറി പോലും ചെയ്യാതെ പഠിക്കുകയും നമ്മുടെക്കിടയിൽ ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരായിട്ട് വിലസുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഡോക്ടർമാരുണ്ട്. അവരാരാണെന്നറിയാമോ? അവരാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്സ്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ എന്ത് ചെയ്യണം, അതിൻ്റെ ജോലി സാധ്യതകൾ ഒക്കെയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. സാധാരണ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തോ പ്രശ്നമുള്ളവരെ ചികിത്സിക്കുന്ന ഒരു വിഭാഗം ഡോക്ടർമാരായിട്ട് കരുതുന്നുണ്ട്. പക്ഷേ പ്രശ്നമുള്ളവരെ ചികിത്സിക്കുക മാത്രമല്ല, ഇവരെ കുറച്ചും കൂടെ വെൽബീയിങ് അവസ്ഥയിലോട്ട് മാറ്റാനും ഇവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും ഒക്കെ തന്നെ കഴിയുന്ന ഒരു വിഭാഗം തെറാപ്പിസ്റ്റാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന സൈക്കോളജിസ്റ്റ് എന്നാണ് സാധാരണ പറയുന്നത്. എന്താണ് സൈക്കോളജി പഠനം? എന്താണ് സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ മനസ്സിനെ ആഴത്തിൽ പഠിക്കുകയാണ്. നമ്മുടെ ബോധ മനസ്സിനെ ഉപബോധ മനസ്സിൻ്റെയും വിവിധ തലങ്ങളെക്കുറിച്ച് പഠിക്കുകയും നമ്മളെ ബിഹേവിയർ പാറ്റേണിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഡോക്ടേഴ്സ് തന്നെയാണ് മനഃശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. മരുന്നില്ലാതെ നമുക്ക് ചികിത്സ നൽകുന്ന ഒരു വിഭാഗം ആരോഗ്യ പ്രവർത്തകരാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. സാധാരണ മരുന്ന് കൊടുത്തുള്ള ചികിത്സകരെ നമ്മൾ സൈക്കാട്രിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അവർ മെഡിസിൻ കൊടുക്കും, അവർക്കാണ് മെഡിസിൻ കൊടുക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. സൈക്കോളജിസ്റ്റ് സൈക്കോതെറാപ്പി, കൗൺസിലിംഗ് കൊണ്ട് പല സെഷൻസ് കാണും. സെഷൻസ് കൊണ്ട് നമ്മളുമായിട്ട് സംസാരിച്ച് നമ്മളുമായിട്ട് റാപ്പോ ബിൽഡ് ചെയ്ത് നമ്മളുടെ മനസ്സിലുള്ളതും നമ്മൾ ഒരുപക്ഷെ അറിയപ്പെടാത്ത ചില ബോധതലത്തിലും അബോധതലത്തിലും കിടക്കുന്ന വസ്തുതകളെ അവർ പുറത്തു കൊണ്ടുവന്ന് നമുക്ക് വേണ്ട ചികിത്സ നടത്തി നമ്മളെ വെൽബീയിങ് അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സംഘം ആരോഗ്യ പ്രവർത്തകരാണ് സൈക്കോളജിസ്റ്റ് എന്ന് പറയാം. ഇനി അസുഖങ്ങൾ മാത്രമല്ല ഇവർ മാറ്റുന്നത്, മൊത്തത്തിൽ ഒരു സോഷ്യൽ വെൽബീയിങ് കൂടി നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. കരോൾ ഡെക്ക് എന്നുള്ള ഒരു മനഃശാസ്ത്രജ്ഞ, അവർ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവരുടെ ഗവേഷണം തന്നെ നമ്മളെ മൈൻഡ് സെറ്റാണ് ഒരു മനുഷ്യൻ്റെ എക്സലൻസിന്, വിജയിക്കുന്നതിന് നിമിത്തമായി മാറുന്നെന്നുള്ളതാണ്. ഒരു ഇൻ്റലിജൻസ് മാത്രമല്ല അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാനും കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനും അവരെ നല്ലൊരു കോൺഫിഡൻറ്റ് പേഴ്സൺ ആക്കാനും ഒക്കെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഏറ്റവും നല്ല സംഭാവന ചെയ്യാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്ത കരോൾ ഡെക്കിനെയൊക്കെ പിൻപറ്റി ധാരാളം ഗവേഷണങ്ങൾ അമേരിക്കയിലും പാശ്ചാത്യ നാടുകളിലും നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോഴും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഗവേഷകർ ധാരാളം പേര് ഈ പെരുമാറ്റ ശാസ്ത്രത്തിൽ മനുഷ്യൻ്റെ വെൽബീയിങ്ങിന് വേണ്ടിയുള്ള സൈക്കോളജിക്കൽ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ഗവേഷണം നടത്തുന്നുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ, അതുകൊണ്ട് തന്നെ സോഷ്യൽ സൈക്കോളജി, എൻവയോൺമെൻറ്റൽ സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ഇൻഡസ്ട്രിയിലുള്ള മനുഷ്യരുടെ, ഇൻഡസ്ട്രിയിലുള്ള കമ്പനിയിലുള്ള കോർപ്പറേറ്റ്സിൻ്റെ ആൾക്കാരുടെ സന്തോഷം, വെൽബീയിങ്സ്, അവരുടെ ആനന്ദം, അപ്പോൾ അവരുടെ എല്ലാം മാനസികാരോഗ്യമാണ് ആ കമ്പനിയുടെ ലാഭവും ആ കമ്പനിയുടെ മാർക്കറ്റിങ്ങിനും ബാധകമാകുന്നതെല്ലാം ആ കമ്പനിയുടെ ജീവനക്കാരാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സൈക്കോളജി അങ്ങനെ വന്നതാണ്. സോഷ്യൽ സൈക്കോളജി, എൻവയോൺമെൻറ്റൽ സൈക്കോളജി, ക്രിമിനൽ സൈക്കോളജി, ക്രിമിനൽ വിഭാഗത്തിൽ സൈക്കോളജി പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് സൈക്കോളജി, ഇന്ത്യയിൽ ഇപ്പോൾ രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ സ്പോർട്സ് യൂണിവേഴ്സിറ്റി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ MSc സ്പോർട്സ് സൈക്കോളജി ഉണ്ട്. അങ്ങനെ എല്ലാറ്റിലും സൈക്കോളജി ഇടപെടുന്നുണ്ട്. ഫാഷൻ സൈക്കോളജി ഉണ്ട്. നമ്മുടെ സാധാരണ സൈക്കോളജി നമ്മുടെ പല ജീവിതത്തിലെ പല മാറ്റേഴ്സിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ വാങ്ങുന്ന സാധനങ്ങളിൽ, കുട്ടികളുടെ കളിപ്പാട്ട നിർമ്മാണത്തിൽ, അതുപോലെ തന്നെ കുട്ടികളുടെ അനിമേഷൻ ഫിലിമിൽ, പരസ്യത്തിൽ, ബ്രാൻഡിങ്ങിൽ, കൗമാരക്കാരുടെ ഫാഷൻ വസ്ത്രങ്ങളിൽ എല്ലാം തന്നെ സൈക്കോളജി പ്രയോഗിക്കുന്നു എന്നുള്ളത് നമ്മളാരും അധികം ശ്രദ്ധിക്കാറില്ല. അപ്പോൾ സൈക്കോളജിസ്റ്റിന് ചികിത്സ മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു സോഷ്യലായിട്ടുള്ള വിവിധ ഘട്ടങ്ങളിൽ മനുഷ്യരുമായിട്ട് സ്വാധീനം ചെലുത്തുന്ന ഒരുപാട് മാറ്റേഴ്സിൽ അവരുടെ സൈക്കോളജി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. നമുക്ക് എവിടെ സൈക്കോളജിസ്റ്റ്
എവിടെ പഠിക്കാം, സൈക്കോളജി എവിടെ പഠിക്കാം എന്നുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. എങ്ങനെ ഒരു സൈക്കോളജിസ്റ്റ് ആകാം എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. നമുക്ക് സൈക്കോളജിസ്റ്റ് ആകണമെങ്കിൽ ഇന്ന് ഒരു MSc കഴിഞ്ഞ് അല്ലെങ്കിൽ MA കഴിഞ്ഞ് PhD കൂടി ആവശ്യമാണ്. അപ്പോൾ ഡോക്ടറേറ്റ് എടുക്കാം, ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തണം, എന്നിട്ട് നമുക്ക് സൈക്കോളജിസ്റ്റായിട്ട് സമൂഹത്തിൽ തീർച്ചയായിട്ടും ജോലി ചെയ്യാം. ഇനി ഇതിൽ ആർക്കൊക്കെ വരാം, ഇതിൽ താല്പര്യമുള്ള നല്ല പാഷൻ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നല്ല ഇൻ്റർപേഴ്സണൽ സ്കില്ല് വേണം, ക്ലയൻസുമായിട്ട് റാപ്പോ സ്ഥാപിക്കാനുള്ള ഒരു നല്ല മനസ്സ് വേണം, നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികൾ, സ്റ്റുഡൻസൊക്കെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ജോലിയിൽ, ഈ സർവീസിൽ ഷൈൻ ചെയ്യാൻ കഴിയും. നല്ല ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് വിലസാൻ കഴിയും. ക്ലിനിക്കൽ സൈക്കോളജി മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ സൈക്കോളജി ഉണ്ട്. സ്കൂളുകളിൽ, വിദേശത്തൊക്കെ സ്കൂളുകളിൽ തന്നെ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അവിടെ എന്തെങ്കിലും കുട്ടികളുടെ ചെറിയ അക്രമവാസന, പഠിക്കാനുള്ള ലേണിംഗ് ഡിസബിലിറ്റി, അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആങ്സൈറ്റി പ്രോബ്ലംസ്, ചിലപ്പം വിദേശത്തൊക്കെ ചിലപ്പോൾ സിംഗിൾ പേരൻറ്റ് സ്റ്റുഡൻസ് ഒരുപാട് കാണും. അവർക്കൊക്കെ ഉണ്ടാകുന്ന ചില സ്ട്രെസ്സൊക്കെ അതിന് തെറാപ്പി കൊടുക്കുന്നതിന് വേണ്ടി അവിടെ മിക്കവാറും സൈക്കോളജിസ്റ്റ് സ്കൂളുകളിൽ കാണും, അല്ലെങ്കിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കറെങ്കിലും എല്ലാ സ്കൂളിലും കാണും. നമ്മുടെ ഇവിടെയൊക്കെ അതങ്ങനെ ആയി വരും എന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന് ഒരുപാട് അവസരങ്ങളുണ്ട്. സൈക്കോളജി പഠിക്കാൻ താല്പര്യപ്പെട്ട ഒരുപാട് കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ ക്യാമ്പസിൽ ധാരാളമായിട്ട് വന്നു തുടങ്ങിയ സമയമാണ്. പക്ഷേ നമ്മൾ കുറേ നാളുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വേണ്ടത്ര സൈക്കോളജിസ്റ്റ് നമ്മളെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. മൊത്തത്തിലുള്ള അവരുടെ സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതേസമയം സൈക്കോളജി ഗ്രാജുവേഷൻ തലത്തിലും ഇപ്പോൾ കേരളത്തിലെ മിക്ക എല്ലാ യൂണിവേഴ്സിറ്റികളും സൈക്കോളജി ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സിലല്ല ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ അത് സയൻസ് ഫാക്കൽറ്റീസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BSc സൈക്കോളജി, BSc ക്ലിനിക്കൽ സൈക്കോളജി, ഇനി ഈ ചില സ്ഥലത്ത് MSc ക്ലിനിക്കൽ സൈക്കോളജി, MSc കൗൺസിലിംഗ് സൈക്കോളജി, MSc കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജിയിൽ MSc അപ്ലൈഡ് സൈക്കോളജിയാണ്. ചില സ്ഥലത്ത് കൗൺസിലിംഗ് സൈക്കോളജി ആയിരിക്കും, ചില സ്ഥലത്ത് ബിഹേവിയറൽ സൈക്കോളജി ആയിരിക്കും. അപ്പം ചില സ്ഥലത്ത് പിന്നെ അത് അങ്ങനെ പല പേരുകളിൽ പിന്നെ കൗൺസിലിംഗ് ആൻഡ് പിന്നെ അപ്ലൈഡ് സൈക്കോളജി എന്നുള്ള പേരിലും പല പേരിലും ഇന്ത്യയിൽ ചില യൂണിവേഴ്സിറ്റികളിൽ, പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോഴും അത് ഹ്യൂമാനിറ്റീസിൽ MA സൈക്കോളജി എന്നുള്ള പേരിലും നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ പേരൊന്നും തന്നെ ഇതിൻ്റെ ഗവേഷണം നടത്താൻ ഒരു യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് MA എടുത്താലും MSc എടുത്താലും, MSc ക്ലിനിക്കൽ സൈക്കോളജി എടുത്താലും, MSc അപ്ലൈഡ് സൈക്കോളജി എടുത്തു കഴിഞ്ഞാലും JRF നെറ്റ് എഴുതാം. തീർച്ചയായിട്ടും സ്കോളർഷിപ്പോടുകൂടി റിസർച്ച് ചെയ്യാൻ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ, അതുപോലെ തന്നെ വിദേശത്ത് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെല്ലാം തന്നെ സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ട്, റിസർച്ചും ഉണ്ട്. അവിടെ പോകുന്നവർക്ക് തീർച്ചയായിട്ടും അവിടെ പോയി ബിരുദാനന്തര ബിരുദവും അതുപോലെ തന്നെ വേണമെങ്കിൽ റിസർച്ചും പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പും പഠിക്കാനുള്ള അവസരങ്ങൾ ഇന്ന് വളരെ അധികമുണ്ട്. സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം IIT ഗാന്ധിനഗർ ഗുജറാത്തിലാണ്, IIT ഡൽഹി, IIT കാൺപൂർ, പിന്നീടുള്ളത് അലഹബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. ഈ 4 സ്ഥലത്തുള്ള സൈക്കോളജി കോഴ്സിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഡീപ്പായിട്ട് ബ്രെയിൻ സയൻസിനെ കൂടി ബ്രെയിൻ സയൻസ് കൂടി അവർ പഠിക്കുന്നുണ്ട്. സൈക്കോളജി തന്നെയാണെങ്കിൽ പലപ്പോഴും ഇവിടെ റിസർച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് 4 സ്ഥലത്തും പ്രത്യേക എൻട്രൻസ് മുഖാന്തരമാണ് അതെടുക്കുന്നത്. അവിടുത്തെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് എൻട്രൻസ് നടത്തുന്നത്. അപ്പോഴും അത് MSc കോഗ്നിറ്റീവ് സയൻസ് എന്നാണ് ആ പേരിൽ തന്നെയാണ് ആ കോഴ്സ് നടത്തുന്നത്. ഇതുപോലെ നേരത്തെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എംപതറ്റിക്കൽ ബിഹേവിയറും റാപ്പോ സ്ഥാപിക്കാനുള്ള കഴിവും ഇതിൽ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്യണമെന്നും അതിൽ റിസർച്ച് ചെയ്ത് അതിൽ പേരെടുക്കണമെന്നുള്ള മിടുക്കന്മാരും മിടുക്കികളും തീർച്ചയായിട്ടും ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് IIT-കൾ തന്നെയാണ്. എല്ലാ IIT-കളിലും നേരത്തെ പറഞ്ഞ IIT-യിലും അലഹബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും കോഗ്നിറ്റീവ് സയൻസ് ഉണ്ട്. അവിടെ തന്നെ റിസർച്ച് ചെയ്യാം. അതുമാത്രമല്ല, റിസർച്ച് എവിടെയും ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയിൽ ഏത് യൂണിവേഴ്സിറ്റിയിലും റിസർച്ച് ചെയ്യാം. അതുപോലെ തന്നെ പുറത്തും റിസർച്ച് ചെയ്യാം. റിസർച്ചിന് വേണ്ടി മാത്രമുള്ള 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ആണ്. ഒന്ന് ബാംഗ്ലൂരുള്ള നിംഹാൻസ്, എല്ലാവർക്കും അറിയാം, ഏഷ്യയിലെ ഏറ്റവും വലിയ ന്യൂറോ സയൻസ് ഗവേഷണ കേന്ദ്രമാണ്. അവിടെ റിസർച്ച് ചെയ്യാം. സൈക്കോളജി MScയോ MAയോ അപ്ലൈഡ് സൈക്കോളജിയോ അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിയോ
അത് പിന്നീട് സൈക്കോളജി കഴിഞ്ഞ ഏത് പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞാൽ റിസർച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ നിംഹാൻസ് വരുന്നതിന് മുമ്പ് തന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രി എന്നുള്ള റാഞ്ചിയിൽ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ പ്രശസ്തമായ സെൻറ്ററാണ്. ഇവിടെ പേരിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രി ആണെങ്കിലും അവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ശക്തമാണ്. അവിടെ കുറച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയുണ്ട് സൈക്കോളജി പഠിക്കുന്നവർക്ക്. പക്ഷേ പ്രധാനമായിട്ടും അവിടെ റിസർച്ച് ചെയ്യാം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രി റാഞ്ചി, അവിടെയും റിസർച്ച് ചെയ്യാം. അവിടെ റിസർച്ചാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ നിംഹാൻസും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കാട്രിയും നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസർച്ച് കിട്ടുന്ന, ഏറ്റവും നല്ല ക്ലിനിക്കൽ റിസർച്ച് ചെയ്യാൻ കഴിയുന്ന സെൻറ്ററാണ്. ഇനിയുള്ളത് പ്രധാനപ്പെട്ട കുറേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അതിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, കൽക്കട്ട യൂണിവേഴ്സിറ്റി ഉണ്ട്, മൈസൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്, മദ്രാസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്, ലക്നൗ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ ധാരാളം യൂണിവേഴ്സിറ്റികൾക്ക് പുറമേ നമ്മളെ കേരളത്തിലും യൂണിവേഴ്സിറ്റി ഓഫ് കേരള, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, അവിടുത്തെ സ്കൂൾ ഓഫ് ബിഹേവിയറൽ സയൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജി, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബിഹേവിയറൽ സയൻസ്, ഇവിടെയെല്ലാം തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും അതുപോലെ തന്നെ റിസർച്ചും ഗവേഷണവും നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം പോലെ ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് ചെയ്തിട്ട് ഈ അടുത്ത കാലത്തായിട്ട് PhD ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഡോക്ടറേറ്റ് എടുത്തതിന് ശേഷം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അല്ലാതെ തന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങളിൽ സൈക്കോളജിസ്റ്റ് ബന്ധപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഇതില്ലാതെ തന്നെ നിങ്ങൾക്ക് പരസ്യങ്ങളിലോ അല്ലെങ്കിൽ അനിമേഷൻ ഫിലിം ഇൻഡസ്ട്രിയിലോ കോർപ്പറേറ്റ്സിലോ ഒക്കെ തന്നെ ജോലി ചെയ്യാം. മറ്റൊന്നുള്ളത് ഒരു പക്ഷേ BSc സൈക്കോളജിയോ, അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ IIT-യിൽ സൈക്കോളജി പഠിക്കണമെന്ന് നിർബന്ധമില്ലെന്നാണ്. IIT കാൺപൂർ, IIT ഡൽഹി, IIT ഗാന്ധിനഗർ, ഗുജറാത്തിലെ ഗാന്ധിനഗർ, ഇവിടെ സൈക്കോളജി കോഗ്നിറ്റീവ് സയൻസിന് ഏത് ഗ്രാജുവേറ്റ്സിനും പഠിക്കാം. BSc, BA, BCom, BTech ഇങ്ങനെയുള്ള MBBSകാർക്കും പോകാം. ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഈ എൻട്രൻസ് എഴുതി അവിടെ കോഗ്നിറ്റീവ് സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷനും തുടർന്ന് വേണമെങ്കിൽ അവിടെ തന്നെ റിസർച്ചും ചെയ്യാം. അതുപോലെ തന്നെ ഈ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ റിസർച്ചും പോസ്റ്റ് ഗ്രാജുവേഷനും നടത്തുന്നുണ്ട്. അവിടെയും നിങ്ങൾക്ക് പഠിച്ച് ബിരുദാനന്തര ബിരുദവും അതുപോലെ തന്നെ ഡിഗ്രിയും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് വരാം. ചെറിയ ചെറിയ മനസ്സിൻ്റെ താളപ്പിഴകൾക്ക് മാത്രം ചികിത്സിക്കുന്നവർ മാത്രമല്ല, ഇവർ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന അവസ്ഥയിൽ നിന്ന് നേരത്തെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മോചനം കിട്ടുമെന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ആങ്സൈറ്റി, പിന്നെ സ്ട്രെസ്സ്, പിന്നെ ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ മനോനിലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞൊരു സൈക്കോളജിസ്റ്റ് അടുത്ത് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റ് ക്ലിനിക്കുണ്ട്. സൈക്കോതെറാപ്പി ആകാം, അല്ലെങ്കിൽ മറ്റു തരം മെത്തഡോളജി ആയിരിക്കും. അവർ നമ്മളെ സുസ്ഥിരമായ ഒരു അവസ്ഥയിലോട്ട് ഒരു കൗമാരക്കാരനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ തീർച്ചയായിട്ടും അവരെ എത്തിക്കാൻ കഴിയും. അപ്പോൾ ഇവർ ചെയ്യുന്ന സേവനം ഒരു സാമൂഹ്യപരമായിട്ടുള്ള സോഷ്യൽ സൈക്കോളജിയും അതുപോലെ തന്നെ പിന്നീട് ഈ എൻവയോൺമെൻറ്റൽ സൈക്കോളജിയും ഒക്കെ തന്നെ എമർജ് ചെയ്തത് എങ്ങനെയാണ്? സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗത്തിനെ ചികിത്സിക്കുക മാത്രമല്ല, ഒരാളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും ഒരാളെ കുറച്ചും കൂടെ സെൽഫ് എസ്റ്റീം താന്നു പോയി ഇപ്പോൾ ജോലിയിൽ നിന്ന് കിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് കഴിഞ്ഞാൽ എന്നെ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് കരുതുന്ന, പിന്നെ ദാമ്പത്യ ബന്ധത്തിലെ പൊരുത്തക്കേട്, വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടാത്ത അവസ്ഥ, ഇതെല്ലാം തന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് വളരെ പിന്നീട് സാവകാശം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തിരുത്താൻ കഴിയും. മൊത്തത്തിൽ ഇവരുടെ സേവനം ഒരു നല്ല ഹാപ്പി സൊസൈറ്റി ഉണ്ടാക്കുന്നതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളെല്ലാവരും അത്രമാത്രം സൈക്കോളജിസ്റ്റിന് ആവശ്യമുണ്ട്, പക്ഷേ അത്രമാത്രം സൈക്കോളജിസ്റ്റ് ഇല്ല. എല്ലാ സ്കൂളിലും ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാകുന്ന ഒരു കാലം വരും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളവർ, വളരെ പാഷനേറ്റ് ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ച് ഡോക്ടറേറ്റ് എടുത്ത് ഒരു സൈക്കോളജിസ്റ്റ് ആകണം. അങ്ങനെ ഡോക്ടറേറ്റ് എടുത്ത് സൈക്കോളജിസ്റ്റ് ആകണമെങ്കിൽ 3 തരത്തിൽ ഇതിനെ പ്ലാൻ ചെയ്യാം. ഒന്ന്, എനിക്കൊരു സൈക്കോളജിസ്റ്റ് ആയാലേ പറ്റൂ എന്ന് പ്ലാൻ ചെയ്യാം.
അതായത് ഒരു PhD എടുത്തൊരു സൈക്കോളജിസ്റ്റ് ആയാലേ പറ്റൂ. 2, എനിക്ക് ഒരു സൈക്കോളജിസ്റ്റ് ആയാൽ കൊള്ളാം എന്ന് പ്ലാൻ ചെയ്യാം. പറ്റുമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആകട്ടെ എന്നും പ്ലാൻ ചെയ്യാം. ഇതിൽ ആദ്യത്തെ എനിക്കൊരു സൈക്കോളജിസ്റ്റ് ആയാലേ കഴിയൂ എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി എൻഗേജ് ചെയ്ത് അതിനുവേണ്ടി സെർച്ച് ചെയ്ത് അതിനുവേണ്ടി പണിപ്പെടുന്നവർ മാത്രമാണ് യഥാർത്ഥ സൈക്കോളജിസ്റ്റ് ആവുന്നത്. അപ്പം ഹാവ് എ വണ്ടർഫുൾ കരിയർ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി. താങ്ക് യു.